ഹായ്, ഞാൻ സരിത സി നായർ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്, മാനസ ബൈ സരിത കൗൺസിലിംഗ് ആൻഡ് വെൽനസ് സെൻറ്റർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് പേരൻറ്റിങ്ങിനെ കുറിച്ചായിരുന്നു. ടൈപ്സ് ഓഫ് പേരൻറ്റിങ് നമ്മൾ പറഞ്ഞിരുന്നു. കുറച്ച് മുമ്പാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്, കുറച്ച് ഗ്യാപ്പുണ്ട് വീഡിയോയ്ക്കിടയിൽ. ഇന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് പേരൻറ്റിങ്ങിനെ കുറിച്ച് തന്നെ സംസാരിക്കാനാണ്. ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹെലികോപ്റ്റർ പേരൻറ്റിങ്ങിനെ പറ്റി സംസാരിക്കാനാണ്. ഹെലികോപ്റ്റർ പേരൻറ്റിങ് പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കട്ടെ ഇങ്ങനൊരു വാക്ക്. ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പേരൻറ്റിങ് സ്റ്റൈലാണ്. കുട്ടികളുടെ കാര്യത്തിൽ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുന്ന പേരൻസാണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ് ഫോളോ ചെയ്യുന്നത്. അതായത് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ്, ഓഫ് കോഴ്സ് അവരോടുള്ള സ്നേഹം കൊണ്ടാണ്. അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല, അവർക്കൊരു പെയിനും ഉണ്ടാവാൻ പാടില്ല, ഒരു ഫെയിലിയറും ഉണ്ടാവാൻ പാടില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെ ഓവർ ഇൻവോൾവ് ചെയ്യുന്നൊരു പേരൻറ്റിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ്. അവർ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവാണ് ആൻഡ് ഓവർ കൺട്രോളുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദേ വിൽ ഷീൽഡ് ചിൽഡ്രൻ. അവരുടെ ആ കുട്ടികളെ അവരങ്ങ് ഒരു പ്രൊട്ടക്ഷൻ, ഒരു ഷീൽഡ് കൊണ്ടങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവരുടെ ആ ഒരു ആഗ്രഹം കുട്ടികൾ ഒരിക്കലും ഒരു പെയിനും ഒരു ഫെയിലിയറും ഒന്നും അവർക്കുണ്ടാവാൻ പാടില്ല എന്നാണ്. ഒന്ന് ട്രൈ ചെയ്യാൻ പോലും അവരെ സമ്മതിക്കില്ല. അതുപോലെ പ്രൊട്ടക്റ്റീവായിട്ടൊരു പേരൻറ്റിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ് സ്റ്റൈല്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും അവർ കയറി ഇൻവോൾവ് ആവും. ചെറിയൊരു മാർക്ക് കുറഞ്ഞാൽ പോലും അപ്പോഴേ തന്നെ സ്കൂളിൽ ടീച്ചറിനെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് ഈവൻ അവർക്കൊന്ന് ട്രൈ ചെയ്യാനുള്ള അവസരം പോലും കൊടുക്കുന്നതിന് ചിലപ്പോൾ അവരുടെ ഹോംവർക്ക് പോലും ഫിനിഷ് ചെയ്ത് കളയും. കുട്ടികൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ തന്നെ ട്രൈ ചെയ്യാൻ പോലും അനുവദിക്കാതെ അതുപോലും വേണമെങ്കിൽ ചെയ്തു കൊടുക്കും. അതുപോലുള്ള രീതിയിലുള്ള ഓവർ പ്രൊട്ടക്റ്റീവായിട്ടുള്ള പേരൻറ്റിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ്. അതുപോലെ അവരുടെ സോഷ്യൽ ലൈഫ് ലിമിറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. കുട്ടികളുടെ കൂട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കാൻ പുറത്ത് വിടാതിരിക്കുക. പുറത്ത് പോയാൽ വെയിൽ കൊള്ളും, വീഴും, ഇങ്ങനെയുള്ള പല പല കാരണങ്ങൾ കൊണ്ട് പലപ്പോഴും ചെറിയ കുട്ടികളോട്ട് വലുതാവുമ്പോഴും അവരുടെ സോഷ്യൽ ലൈഫ് കൺട്രോൾ ചെയ്യുക, എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, എല്ലാത്തിലും അവരുടെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവണം. പേരൻറ്റിൻ്റെ എപ്പോഴും പേരൻറ്റിൻ്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് എല്ലാത്തിലും ഉണ്ടാവണം എന്നൊരു നിർബന്ധ ബുദ്ധി. കുട്ടികളെ ഒന്നും തനിയെ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഒന്ന് വീഴാൻ പോലും അവർ അനുവദിക്കാതിരിക്കുക. ഇതുപോലെ തന്നെ അവരുടെ എല്ലാ തടസ്സങ്ങളും മുന്നേ നടന്നെല്ലാം മാറ്റും. അവർക്ക് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാ തടസ്സങ്ങളും മുന്നിട്ട് അങ്ങ് നീക്കുകയാണ്. അവർക്കൊരു തടസ്സം ഉണ്ടാവാൻ പാടില്ല ലൈഫിൽ. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു പേരൻറ്റിങ് സ്റ്റൈലാണ് ഹെലികോപ്റ്റർ പേരൻറ്റിങ് സ്റ്റൈല്. അതിനുള്ളൊരു വലിയൊരു ഒരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ എല്ലായിടത്തും പ്രൊട്ടക്റ്റ് ചെയ്ത് ശീലിപ്പിച്ചാൽ ഫ്യൂച്ചറിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉറപ്പായിട്ടും ഒരു അഡൾട്ടായി കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അതൊന്നും അവർക്ക് എങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു തലമുറയായി കുട്ടികൾ വരും. അവർക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയില്ല, എങ്ങനെ പരിഹരിക്കണം, അതെങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കോൺഫിഡൻസ് ലെവൽ കുറവാകും ഫ്യൂച്ചറിൽ. അതുപോലെ എല്ലാത്തിനും ആരുടെയും വാലിഡേഷൻ ആവശ്യമാകും. ഈവൻ മാരീഡ് ലൈഫിൽ പോലും അവർക്ക് പ്രശ്നങ്ങളുണ്ടാകും ഫ്യൂച്ചറിൽ. അവരുടെ പാർട്ട്ണറുടെ നീഡ്സ് പോലും അവർക്ക് അറിഞ്ഞ് കേട്ട് ചെയ്യാൻ അറിയില്ല. അവരെല്ലാം ചെയ്തു കൊടുത്ത് പേരൻസ് ശീലിപ്പിച്ച് കഴിഞ്ഞു. അതുപോലെ ഓഫ് കോഴ്സ് അവർക്ക് ഓരോ പ്രശ്നങ്ങൾ, ഓരോ ഫ്യൂച്ചറിൽ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ അവർ ആൻസൈറ്റി ഉണ്ടാക്കും, അവരുടെ കോൺഫിഡൻസ് കുറയും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അതുപോലെ ചിലർ ഡിപ്രഷനിലേക്ക് വരെ പോകാറുണ്ട് ചില കേസുകളിൽ. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഹെലികോപ്റ്റർ പേരൻറ്റിങ് അനുഭവിക്കുന്ന കുട്ടികളിൽ പിന്നീട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവർക്കൊരു ഇമോഷണൽ സിറ്റുവേഷനിൽ ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും അവരുടെ ഇമോഷൻസ് അവർക്ക് റെഗുലേറ്റ് ചെയ്യാൻ. അവർക്ക് എപ്പോഴും സപ്പോർട്ട് കിട്ടി അവർ ശീലിച്ചു പോയി. അവർക്ക് ഒരു വിഷമം പോലും താങ്ങാനുള്ളൊരു കെൽപ്പുണ്ടാകാതെ അവർ വളർന്നു വരുന്നൊരു കാഴ്ചയാണ് കാണേണ്ടി വരിക. അതുകൊണ്ട് തന്നെ പ്ലീസ് ഡിയർ പേരൻസ്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് ഒരുപാട് സ്നേഹമുള്ളവരാണ്. എല്ലാവർക്കും അവരുടെ കുട്ടികൾ വളരെ ഫേവറേറ്റുകളാണ്. പക്ഷേ അവിടെ കുട്ടികളുടെ എബിലിറ്റി നശിപ്പിച്ചുകൊണ്ടാവരുത് നമ്മൾ ആ സ്നേഹം കൊടുക്കേണ്ടത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടവരാണ്. നമ്മളവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. ഓൺലി ഗൈഡൻസ് കൊടുക്കണം. അവർ നടക്കുമ്പോൾ ചിലപ്പോൾ വീണാലല്ലേ പിന്നീട് വീഴാതെ നടക്കാൻ പഠിക്കും. കളിക്കുമ്പോൾ ചിലപ്പോൾ വീണതിരിക്കും. അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ബുദ്ധിമുട്ടുകൾ തന്നെ നേരിടാനും തരണം ചെയ്യാനും ഓരോ സാഹചര്യങ്ങളെ സ്വയം നേരിടാനും ഒരു പ്ലാൻ എ വർക്കായില്ലെങ്കിൽ പ്ലാൻ ബി എങ്ങനെ ആവണമെന്ന് അറിയാനും ചെയ്യാനും ആ ഒരു പ്ലാനിങ്ങും എല്ലാം അവർ സ്വയമേ നേടിയെടുക്കട്ടെ. നമ്മളെല്ലാം ഹെൽപ്പ് ചെയ്ത് വളർത്തിയാൽ അവർക്ക് ഒരിക്കലും അതിനുള്ള എബിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വേറൊരു പേരൻറ്റിങ് സ്റ്റൈലുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.